ഡേയ് നീ ഇതെവിടെ പോയി കിടന്നേ? നിന്നെ ഞാൻ എത്ര രണ്ട് വിളിക്കുന്നു. ഇന്ന് രാവിലെ പണി സൈറ്റിൽ പോയപ്പോൾ സിമെൻ്റ് ഇല്ലെന്നുണ്ടെന്ന് കൺട്രാക്ട് പറഞ്ഞ് ഇന്ന് പണിയില്ലെന്ന്. നേരെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ദാ ഇവിടെ വന്ന് ഇത്ര സമയം നിന്നെ കാത്തിക്കുന്നു. അതോ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഒരു മര്യാദയില്ലേടേ. അണ്ണാ ഞാൻ നിങ്ങളെ പഴയ മറ്റേ നന്മൻ്റെ വീട്ടിൽ പോയിരുന്നു. ഏത് നൻപൻ? ഏത് നന്മനെ? അണ്ണാ നിങ്ങളെ നൻപൻ മറ്റേ ഹരിയണ്ണ കേൾക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? ഏത് ഹരി? എവിടുത്തെ ഹരി? ഓ ഒന്നും അറിയാത്ത പോലെ. പണ്ട് നിങ്ങൾ ഭയങ്കര ദോസ്തുക്കളല്ലായിരുന്നാ. പിന്നെ അയാൾ ഗൾഫിൽ പോകേണ്ട പേര് നിങ്ങൾ പിണങ്ങി. എടാ അവൻ ഗൾഫിൽ പോയത് അവൻ്റെ കുടുംബം നോക്കാൻ. എവനൊക്കെ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് അസൂയെന്ന് പറയണ നിങ്ങൾ. ഓ തന്നെടേ അസൂയ തന്നെ. നിനക്കറിയാമോ അവൻ എൻ്റെ 1.5 പവൻ്റെ മാലയാണ് അടിച്ചിട്ട് പോയത്. എന്നിട്ട് അവൻ രക്ഷപ്പെട്ട്. ഞാനാണെങ്കിൽ ഗുണം പിടിച്ചതുമില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടേ കാര്യമുണ്ടേ. പണ്ട് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ ഷെയ്ഡ് വറക്കണമെന്ന്. അവൻ ഒരുത്തനെ കൊണ്ട് വന്നടേ. അവൻ എൻ്റെ പെണ്ണുമ്പിള്ള അടിച്ചോണ്ട് ഒറ്റ പോക്ക്. എൻ്റെ പൊന്നു സുധീഷേ, നീ അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പണയല്ലേ? നിങ്ങളെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിരിയായി? ഡേയ് അത് തന്നെ ഇന്നലെ പണിയതിൻ്റെ പൈസ എല്ലാം നിൻ്റെ കയ്യിൽ പോട്ടെ. എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം ഇന്നലത്തെ മൊത്തം വീട്ടിൽ കൊടുത്തോടാ നീ. ആകെ നിങ്ങളോട് വന്നാൽ കിട്ടുന്നൊരു 500 കുടുംബമാണ് കിട്ടുന്നത്. ഇനി അതും പോയിട്ട് കഴിഞ്ഞാൽ ആകെ ഒരു 10 ചില്ലറ എൻ്റെ പോക്കറ്റിൽ കാണും. നിനക്കെന്താ 500 രൂപ കുറവാടേ? എടാ ഇതുപോലും കിട്ടാത്തവന്മാർ എൻ്റെ കൂടെ പണിക്ക് വന്നല്ലോണ്ടേ. നിനക്കറിയാമോ? അണ്ണാ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. നീ അങ്ങനെ പറഞ്ഞതല്ല. സുധിച്ച എണ്ണം വെറുതെ പ്രഷറായിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഞാൻ. നിങ്ങളിതെന്തോന്നാ അത്? ഇന്നല്ലാതെ ഡേയ് പൈസ ഞാൻ ഇടാം. നമുക്ക് ആ ബാറിൽ പോയി 2 90 അടിക്കാം. വാടേ വഴിയരികിൽ പതിരനായി കിടന്നുറങ്ങും അടി കിട്ടിയോടക്കുള്ളിൽ കിടന്നുറങ്ങും. നീ അങ്ങനെ പാട്ട് കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങൾ വന്നാണ്. നീ വീട്ടിൽ പോടേ. ഞാൻ അവൻ്റെ അടുത്ത് 2 വർത്താനം പറഞ്ഞിട്ട് വരുന്നുള്ളൂ. പോടേ. നീ പോടേ. അമ്പുരാവിടെ ഉണ്ടായിരുന്ന ഇറങ്ങി വേണം കള്ള കഴിവാറോ മോനെ. എന്താ മനോജ്, നീ ആരെന്നാണ് നിന്റെ വിചാരം? ഞാൻ നിന്റെ തന്ത, ജവൻ നിന്റെ തന്തയുടെ അനിയെ. നമ്മളെ മനസ്സിലായില്ലെന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന. പോടെ പോടെ പോടെ. ഇത് ക്ലിയർ ആക്കിയിട്ടേ ഞാൻ വരുന്നുള്ളൂ. നിന്റെ കാര്യം നോക്കിപ്പോ എല്ലാവരും അറിയണം എവന്റെ കള്ളത്തരം. എടാ എന്ത് കള്ളത്തരമൊന്ന്? ഞാൻ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടതിന്റെ കണ്ണുകടിയാണ് നിനക്ക്, വേറെ ഒന്നുമില്ല. പോണ എടാ എന്റെ കൊക്കിന് ഈ ഉണ്ടെങ്കിൽ കള്ള കഴിവണ പോലെ എന്റെ ജീവിതം. എടാ മനോജെ, നിന്നെ തല്ലിക്കൊന്നിട്ടായാലും ഞാൻ ഇവിടെ ജീവിക്കും. അത് നീ കാണുകയും ചെയ്യും. നിങ്ങൾ ഞാൻ കയറിപ്പോ, നീ അവനെയും കൊണ്ട് പോടാ.